സ്നേഹിതരെ, സെയിന്റ് ജൂഡ് വാർഡ് യൂണിറ്റിന്റെ മൂന്നാമത് നാടകം അതിവേഗം ബഹുദൂരം. വിവാദങ്ങളുടെയും അക്രമങ്ങളുടെയും പീഡനങ്ങളുടെയും കാര്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഏകദേശം 1 മാസം മുൻപ് നമ്മൾ ചർച്ച ചെയ്ത് മറന്നുവെച്ച മറ്റൊരു വിവാദ വിഷയം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അതിവേഗം ബഹുദൂരം. എന്റെ ദൈവമേ, പേപ്പറായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. ആകാശത്ത് നിന്ന് ഉപഗ്രഹം വരെ തിരിച്ചു വരുന്ന കാലമാ. അതെങ്ങനെ ഒരു ഗേറ്റും തുറന്നിട്ടല്ലേ പള്ളിയിൽ പോയിരിക്കുന്നത്? മാഷിനെ ആക്രമിച്ചത് പാര കൊണ്ടല്ലെന്ന് ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ പാര കണ്ടുപിടിച്ച പത്മകുമാറിനും കിട്ടണമല്ലോ. എസ് കത്തി കണ്ടുപിടിച്ചതിന് വിൻസെന്റ് സാറിന് കിട്ടിയ പോലെ വിശിഷ്ട സേവാ മെഡൽ. എന്തായാലും കൊള്ളാം. അച്ചായോ, രാവിലെ തന്നെ ആരോടാ ഒറ്റയ്ക്ക് എന്ന് സംസാരിക്കുന്നത്? അല്ല, ഇതാരും വർക്കിച്ചനോ? ഞാൻ ഇന്നത്തെ പേപ്പർ ഒന്ന് നോക്കുമായിരുന്നു. ആരും ഇല്ലാത്തപ്പോഴല്ലേ പേപ്പർ വായിക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വിശേഷങ്ങളല്ലേ. അത് നേരാച്ചായ, പ്രത്യേകിച്ച് പിള്ളേരില്ലാത്തപ്പോൾ. എന്തായാലും മോൻ എന്നോട് ചോദിക്കുക, അപ്പൊ ആ മന്ത്രി കാണിച്ച 19ാമത്തെ അടവൊന്ന് കാണിച്ചു തരാമോ എന്ന്. മുഖ്യമന്ത്രി എല്ലാം സുതാര്യമാക്കുന്നെന്ന് പറഞ്ഞപ്പോ ജനം ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. നമ്മുടെ മാഷിന്റെ കാര്യം എന്തായി? വല്ല തുമ്പും കിട്ടിയോ? എങ്ങനെ കിട്ടാൻ? അതിന് കേസ് തെളിയണമെന്ന് മാഷിനും തെളിയിക്കണമെന്ന് പോലീസിനും ഇല്ല. പിന്നെ എങ്ങനെ തെളിയും? വർക്കിച്ച പേപ്പർ വായിക്കും. ഇവിടെ വരച്ച് പള്ളിയിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി 2ാമത്തെ കുർബാന കഴിയണമായിരിക്കും വരാൻ. അല്ല, വർക്കിച്ചൻ എന്താ നിൽക്കുന്നേ? ഇരിക്കും വർക്കിച്ച. വേണ്ട ചായ, ആ മാഷിന്റെ കാര്യം ഓർക്കുമ്പോ ഇരിക്കാനും നിൽക്കാനും തോന്നണില്ല. ഈ കുരുത്തം കെട്ട പിള്ളേര്. പള്ളി പോവാൻ നോക്കടാ. ഈ പ്രായത്തിൽ അവന്റെ ഒരു കസേരവലി. അവരെ കുറ്റം പറയണ്ട. ഇപ്പോൾ നിയമസഭാ സമ്മേളനം വരെ ലൈവ് കാണിക്കുമല്ലേ. അവർ ഇതെല്ലാം ചിലപ്പോൾ തള്ളി എന്ന് കരഞ്ഞെന്നും വരെ ഇരിക്കും. രണ്ടുപേരും കൂടി രാവിലെ തന്നെ ആരുടെ കുറ്റമാ പറയുന്നത്? എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? അവിടെ എങ്ങാനും ഇരുന്നാളോ മലായിരുന്നോ? നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിരിക്കാതെ വേഗം പിള്ളേരെയും കൂട്ടി പള്ളിയിൽ പോകാൻ നോക്ക്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. എന്ത് മീറ്റിംഗ് ആണ് ചേട്ടത്തി? ഉമ്മച്ചൻ സർക്കാർ ഒരു കോഡ് കൊണ്ടുവരാൻ പോകുന്നു. 2 കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ജയിലിൽ പോകേണ്ടി വരും മനുഷ്യ. അതിനെതിരെ ഉമ്മച്ചന്റെ വീട്ടുപടിക്കൽ നിരാഹാരം നടത്താൻ തീരുമാനിച്ചു. എടി, അതാണ് വനിതാ കോഡ് ബിൽ. അത് പ്രകാരം 2 കുട്ടികളിൽ കൂടുതലാകാൻ പാടില്ല. അതിനെതിരെ ആയിരിക്കും സമരം. ഈ അച്ഛന്മാർക്ക് ഒരു പണിയുമില്ല. പണ്ട് കുടുംബാസൂത്രണത്തിനെതിരെ കുറെ നടന്നതാ. എന്നിട്ട് എന്തായി? അതെങ്ങനെ? അത് കേട്ടിരിക്കാൻ കുറെ അമ്മച്ചിമാരും. വർക്കിച്ചൻ അങ്ങനെ പറയരുത്. നമ്മുടെ സമുദായത്തിൽ സമരം എന്ന് എഴുതി കാണിച്ചാൽ പള്ളിയിൽ അച്ഛന്മാരും അമ്മച്ചിമാരും മാത്രം കാണും. അപ്പന്മാരെല്ലാം വല്ല ഷാപ്പിലുമായിരിക്കും. എടി നിർത്തടി. നീ പോയി 2 ചായ എടുക്ക്. വേണ്ട ചായ, ചേർത്തി പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ 1-ാം തീയതിയല്ലേ. ഇപ്പോഴേ പോയി നിന്നാലേ വൈകുന്നേരത്തിന് മുമ്പ് ഒരു കുപ്പിയെങ്കിലും ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. വർക്കിച്ച, ഷാപ്പിൽ പോയി സമാധാനം കളയാതെ പള്ളിയിൽ പോകാൻ നോക്ക്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയും കടമുള്ള ദിവസവും കൂടിയാ. എടി, അങ്ങനെ ക്രിസ്ത്യാനികളെല്ലാം പള്ളിയിൽ പോയിരുന്നെങ്കില് ഈ ബിവറേജസ് ഒക്കെ എന്നേ പൂട്ടിപ്പോയേനെ. ചേർത്തി അവിടെ വന്നൊന്ന് കാണ്. എന്താ ഒരു ക്ഷമ, എന്താ ഒരുമ. എല്ലാവരും കൂടി മഴയായാലും വെയിലായാലും ഒരു കുപ്പിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഞായറാഴ്ച കട, അത് അച്ഛനോട് പറഞ്ഞാൽ തീരും. ബിവറേജസിലേ രൊക്കം കൊടുക്കണം, രൊക്കം. സമാധാനം 2 എണ്ണം അടിക്കുമ്പോൾ താനേ വന്നോളും. അത് ഏത് പള്ളിയിൽ പോയാലും കിട്ടത്തില്ല ചേട്ടത്തി. ഞാൻ പോകും. കർത്താവേ, ആ മേരി കത്തിച്ച ഒരു മെഴുകുതിരി കൂടി വെറുതെയായി. മെഴുകുതിരി കത്തിച്ച് നീ എന്നാടി പ്രാർത്ഥിച്ചത്? ഇന്നീ വനിതാ കോഡ് ബിൽ എടുത്ത് മാറ്റാനാണോടി? അല്ല,
ഞാൻ റെഡിയാണ്. അയ്യോടാ, അതിയാന്റെ ഒരു പൂതി കണ്ടില്ലേ ഈ വയസ്സാങ്കാലത്ത്. പോയി പള്ളിയിൽ പോകാൻ നോക്ക് മനുഷ്യനെ. ആ പിള്ളേരെന്തിയേ? എടാ, പള്ളിമണി അടിച്ചു, ഇറങ്ങാൻ നോക്ക്. ആർക്കാടി വയസ്സായത്? നമ്മുടെ മനസ്സിപ്പോഴും ചെറുപ്പമല്ലേടി. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അപ്പോൾ ഞങ്ങൾ പോണോ അതോ നിക്കണോ? പോടാ പള്ളിയില്, ശരിയാക്കും ഞാൻ രണ്ടിനെ. കോടും വേണ്ട ഒരു ബില്ലും വേണ്ട, എല്ലാം ഞങ്ങൾ തകർത്തിയിടും. മക്കൾ ഞങ്ങളുടെ അവകാശം, അവകാശത്തെ തൊട്ട് കളിച്ചാൽ കോഡ് ഞങ്ങൾ തകർത്തിയിടും. കോടും വേണ്ട ഒരു ബില്ലും വേണ്ട, എല്ലാം ഞങ്ങൾ തകർത്തിയിടും. മക്കൾ ഞങ്ങളുടെ അവകാശം, അവകാശത്തെ തൊട്ട് കളിച്ചാൽ കോഡ് ഞങ്ങൾ തകർത്തിയിടും. അപ്പാ, സമരം കഴിഞ്ഞോടി. എന്നിട്ട് മുഖ്യം സമ്മതിച്ചോ വനിതാ കോഡ് എടുത്ത് കളയാൻ? അതിന് അതിയാനങ്ങ് തെക്ക് വടക്ക് നടക്കുമല്ലേ. പുള്ളിക്കാരന് 3 പിള്ളേരാ മനുഷ്യ. ചേച്ചിയും പിള്ളേരും വരുന്നു. എന്താ മോളെ, ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? അല്ല, ആൻഡ്രോ എവിടെ? എന്താ മോളെ? അമ്മേ, അത് വേണ്ട, ഞാൻ പറയാം. നിങ്ങളും അറിയണം, ഇവിടെ വിവാഹം കഴിക്കാൻ എന്റെ വീട്ടുകാർക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞതാ ഒരു ജോലിയുള്ള പെണ്ണിനെ കെട്ടിയാ മതിയെന്ന്. അന്ന് ഞാനാ പറഞ്ഞത് അവളുടെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടെന്നും ജോലി കിട്ടുമെന്നും. അതിനെന്താ മോനെ, ജോലിക്കാരി ശരിയായില്ലേ? അതാ പറഞ്ഞു വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇവൾക്ക് അടുത്ത് തന്നെ പോസ്റ്റിംഗ് ഉണ്ടാകും എന്നാ. അതിനെന്തിനാ മോളെ നീ കരയുന്നത്? അതൊരു നല്ല കാര്യമല്ലേ? അതിനാ ഞാൻ ഇവളോട് പറഞ്ഞത്. എന്തു പറഞ്ഞു? എന്താ മോളെ കാര്യം? ആ ജോലിക്ക് വേണ്ടി എന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന്. നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ. മാറിയ നിയമങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്കറിയില്ല. വനിതാ കോഡ് ബിൽ പ്രകാരം ഈ കുഞ്ഞുകൂടി ജനിച്ചാൽ ഇവൾക്ക് ആ ജോലിക്കുള്ള യോഗ്യത നഷ്ടപ്പെടും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കുഞ്ഞിന് വേണ്ട എന്ന്. മോനെ, അതിന് ദൈവം തന്ന ജീവനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്. മാറിയ നിയമങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല. ഈ നിയമപ്രകാരം പരാതിപ്പെട്ടാലേ തടവും പിഴയുമാ ശിക്ഷ. മോനെ, അതിന് ഈ കുഞ്ഞിനെ നശിപ്പിച്ചാൽ അതിൽ കൂടുതൽ ശിക്ഷയായിരിക്കും കിട്ടുക. അതൊന്നും എനിക്കറിയത്തില്ല. എടി, ഞാൻ പോകുന്നു. ഇവരതൊക്കെ പറയും. നീ ആ ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഇനി ഒന്നിച്ച് താമസിക്കണോ വേണ്ടയോ എന്ന്. മോനെ, പോകരുത് മോനെ. പോട്ടെ അമ്മേ, ഈ ജോലിക്ക് വേണ്ടി എന്റെ വയറ്റിൽ വളരുന്ന ഈ ജീവനെ നശിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. മോനെ, നിൽക്കും മോനെ. പോട്ടടി, അവൻ പറഞ്ഞത് ശരിയാ. മാറിയ നിയമങ്ങളും സാഹചര്യങ്ങളും നമുക്കറിയില്ല. നമ്മളൊക്കെ പഴയ ആൾക്കാരാ. അതുകൊണ്ട് പുതിയ തലമുറ മാറിയ നിയമത്തിനും സാഹചര്യത്തിനും വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും കുരുതി കൊടുക്കുന്നത്. ജീവൻ നശിപ്പിക്കുന്നത് കൊലപാതകമാണ്. ഭ്രൂണഹത്യ കുറ്റകരവും. ലോകത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും നീചരായ കൊലയാളികൾ എത്തുമ്പോൾ ഒന്ന് ഓടി രക്ഷപ്പെടുവാനോ തടയുവാനോ ഉച്ചത്തിൽ കരയുവാനോ പോലും സാധിക്കാത്ത ആ നിസ്സഹായ ജീവന് വേണ്ടി നമുക്ക് അതിവേഗം അണിചേർന്ന് ബഹുദൂരം സഞ്ചരിക്കാം.